നമസ്കാരം. എല്ലാ കണ്ണുകളും അലാസ്കയിലേക്കാണ്. അമേരിക്കയിലെ ഒരു സംസ്ഥാനമാണ് അലാസ്ക. അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനവുമാണ് അലാസ്ക. യുക്രൈൻ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു ചർച്ച നടക്കാൻ പോവുകയാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിക്കാണ് ചർച്ച. ആ ചർച്ചയിൽ യൂറോപ്പിൻ്റെ ഭാവി, യൂറോപ്പിൻ്റെ സുരക്ഷ, ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവി എല്ലാം നിർണ്ണയിക്കപ്പെടാൻ പോകുന്ന ചർച്ചയാണെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. നടക്കാൻ പോകുന്ന ഉച്ചകോടിയിലൂടെ താനൊരു ആഗോള പ്രശ്നപരിഹാര തലങ്ങളുടെ മധ്യസ്ഥനാണെന്നും കൂടാതെ ഒരു സമാധാനവാദിയാണെന്നും വരുത്തി തീർക്കാൻ ട്രംപിന് സാധിക്കും. കൂടാതെ നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള ഉക്രൈനെ പിന്തിരിപ്പിക്കാൻ ഈ ചർച്ചയിലൂടെ സാധിക്കുമെന്ന് അതൊരു നേട്ടമായി കണക്കാക്കാനാകുമെന്ന് പുടിനും കരുതുന്നു. എന്നാൽ ട്രംപിന് ചില അപകട സാധ്യതകൾ യൂറോപ്യൻ നിരീക്ഷകർ കാണുന്നുണ്ട്. കാരണം യുക്രൈൻ ഇല്ലാതെയാണ് ഈ ചർച്ച നടത്തുന്നത്. അത് യൂറോപ്പിനെ ബാധിക്കും. യൂറോപ്പിനെ ബാധിച്ചാൽ തീർച്ചയായും അത് അമേരിക്കയും ബാധിക്കുന്ന വിഷയമാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി വാദിച്ചിരുന്നു. പക്ഷേ ട്രംപ് അതിന് തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ആദ്യം ഞാനും പുടിനും തമ്മിൽ ചർച്ച നടത്തട്ടെ, എന്നിട്ട് സെലൻസ്കിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ത്രിരാഷ്ട്ര ചർച്ചയാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സെലൻസ്കിയെ ഒഴിവാക്കിയത് യൂറോപ്പിന്റെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ട്രംപിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യുക്രൈൻ്റെ ചില ഭാഗങ്ങൾ റഷ്യക്ക് വിട്ടു നൽകുക എന്നുള്ള ഒരു നിർദ്ദേശം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതും യൂറോപ്യൻ രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. പുടിനും ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ അത്തരമൊരു നിർദ്ദേശത്തിനെങ്ങാനും ട്രംപ് വഴങ്ങിയേക്കുമോ എന്ന ഭയമാണ് അവരെ അലട്ടുന്നത്. നാറ്റോയിൽ അംഗമാകാനുള്ള യുക്രൈൻ്റെ തീരുമാനം പിൻവലിക്കുക, കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് നൽകുന്ന സൈനിക പിന്തുണ പിൻവലിക്കുക, ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കുക തുടങ്ങിയവ ഉണ്ടായാൽ മാത്രമേ വെടിനിർത്തലിന് തയ്യാറാകൂ എന്ന് പുടിൻ പറഞ്ഞിരുന്നു. അത് പക്ഷേ യൂറോപ്പ് തള്ളിക്കളഞ്ഞതാണ്. അലാസ്കയിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അലാസ്കയിലെ സൈനിക താവളത്തിൽ നടക്കാൻ പോകുന്നത് വികാരഭരിതമായ ഒരു കൂടിക്കാഴ്ചയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപും പുടിനും ആദ്യം ചർച്ച നടത്തുകയും പിന്നീട് ഇരുവരുടെയും പ്രതിനിധി സംഘങ്ങൾ ഉൾപ്പെടുന്ന വാക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റിലും ഇതിനെക്കുറിച്ച് ചർച്ച നടത്താനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ലോകം കാത്തിരിക്കുന്ന ഇരു രാഷ്ട്ര നേതാക്കളുടെയും സംയുക്ത പത്രസമ്മേളനം നടക്കുക. ട്രംപ് പക്ഷേ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചയിൽ യുക്രൈൻ യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറിയില്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ റഷ്യ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാഷ്ട്ര നേതാക്കളും ഇത്തരമൊരു കൂടിക്കാഴ്ചക്ക് തീരുമാനമെടുത്തപ്പോൾ എവിടെ വെച്ചാണ് ചർച്ച നടത്തേണ്ടത് എന്നുള്ള തീരുമാനം പുടിൻ നിർദ്ദേശിച്ചത് ദുബായ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ മാർച്ചിൽ ദുബായിൽ സന്ദർശനം നടത്തിയതിനാൽ ദീർഘദൂരം യാത്ര ചെയ്യാനുള്ള തടസ്സം ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തുടർന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൽ വെച്ച് നടത്താമെന്ന് തീരുമാനം അറിയിച്ചെങ്കിലും പുടിൻ അതിന് തയ്യാറായില്ല. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് തന്നെ ആ തീരുമാനം പിൻവലിച്ചു. കാരണം നിലവിൽ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് പുടിനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ICC അംഗമായ രാജ്യത്ത് അദ്ദേഹം കാലുകുത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത ആ രാജ്യത്തിനുണ്ട്. നിലവിൽ അമേരിക്ക ICC അംഗമല്ല. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അമേരിക്ക അംഗമല്ല. അതുകൊണ്ട് തന്നെ അലാസ്കയിൽ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് വെച്ച് ചർച്ച നടത്തുന്നതിൽ കുഴപ്പമില്ല എന്ന തീരുമാനത്തിലെത്തുകയും റഷ്യയുടെ കൂടി പഴയ ഒരു ഭാഗമായിരുന്ന അലാസ്കയിൽ ചർച്ച നടത്തുന്നതിനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നത്.